Good morning, all of you. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വളരെ ബേസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ മേ ബി നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് കുറേ വരുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആൻഡ് ASRB നെറ്റ് എക്സാം, UGC നെറ്റ് എക്സാം, അങ്ങനെ കുറെ കോമ്പറ്റേറ്റീവ് എക്സാംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഡിഗ്രി എക്സാംസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടിയിട്ട് 2022 സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന് ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഫോളോസ് ബൈനോമിയൽ എൻ പി, ദെൻ വാട്ട് is the distribution of y is equal to n minus x. x ഫോളോ ചെയ്യുന്നത് b of np ആണെങ്കിൽ y is equal to n minus x ന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the mode of the geometric distribution with the PMF p of x is equal to 1 by 2 the whole raised to x, where x equal to 1, 2, 3 etc. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് 2022 സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ ഈ ഒരു പാർട്ടിൽ നിന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഒരു ഭാഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എക്സ് ഫോളോസ് ബൈനോമിയൽ എൻ പി ബി ഓഫ് എൻ പി. ഈ ബി ഓഫ് എൻ പി യു ഓഫ് 01 പി ഓഫ് ലാംഡ ഇ എക്സ് പി ഓഫ് തീറ്റ അല്ലെങ്കിൽ ഇ എക്സ് പി ഓഫ് ലാംഡ, ഇങ്ങനെയുള്ള ഡിനോട്ടേഷൻസ് ഒക്കെ മെയിൻ ആയിട്ടും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ പാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഭാഗത്ത് നിന്ന് വരുന്നതാണ് ഈ ഡിനോട്ടേഷൻസ്. ഇത് വേറൊരു പാർട്ടിനും ഇല്ല ഈ ടൈപ്പ് ഓഫ് ഡിനോട്ടേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ബി ഓഫ് എൻ പി എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഓഫ് 01 എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ ഡിസ്ട്രിബ്യൂഷൻസിന്റെ ഡിനോട്ടേഷൻസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻസിന്റെ ഡിനോട്ടേഷൻസ് ആണ്. ബി ഓഫ് എൻ പി എന്ന് പറയുമ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് എൻ ആൻഡ് പി. യു ഓഫ് 01 എന്ന് പറയുമ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 0 ആൻഡ് 1. പി ഓഫ് ലാംഡ എന്ന് പറയുമ്പോൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ചില ഡിസ്ട്രിബ്യൂഷൻസിന് ഒരു പാരാമീറ്റർ ഉണ്ടാവുള്ളൂ, ചിലയിടത്ത് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ടാവാം. അപ്പൊ ഡിനോട്ടേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ബി ഓഫ് എൻ പി എന്നൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ബി ഓഫ് എൻ പി എന്ന് മാത്രമൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്, അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരരുത്. അപ്പൊ എക്സ് ഫോളോസ് ബി ഓഫ് എൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് വിത്ത് പാരാമീറ്റേഴ്സ് എൻ ആൻഡ് പി. അങ്ങനെയാണെങ്കിൽ എൻ മൈനസ് എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ പി എം എഫ് തന്നിട്ടുണ്ട്. ജനറലി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ പി എം എഫ് അതല്ല, 1 by 2 the whole raised to x അല്ല. അതൊരു പെർട്ടിക്കുലർ കേസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന പി എം എഫ് ആണ്. അപ്പോ ഈ ഇവിടെ തന്നിരിക്കുന്ന ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ മോഡാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം 4 ഓപ്ഷൻസും ഉണ്ട്. ഓപ്ഷൻസ് ഞാൻ തൽക്കാലം പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ബേസിക്കലി ഉള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിൽ നിന്ന് നമുക്ക് അറിയണം. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ വേണമെങ്കിൽ ഒന്ന് പറയാം. എക്സ് ഫോളോസ് ബൈനോമിയൽ എൻ പി ആണെങ്കിൽ y അഥവാ n മൈനസ് എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ എൻ ക്യൂ ആണ്. അവിടെ പി ആണെങ്കിൽ ഇവിടെ ക്യൂ ആണ്. വേണമെങ്കിൽ നമുക്കത് ബൈ ഹാർട്ട് ചെയ്യാം. പക്ഷെ n മൈനസ് എക്സിന് പകരം n പ്ലസ് എക്സ് എന്നൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ അതിന്റെ ഒരു എന്താ പറയാ, എങ്ങനെയാണ് വന്നതെന്നുള്ളൊരു സ്റ്റെപ്പ് അറിയണം. ആ സ്റ്റെപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിൽ നിന്ന്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഈ ഭാഗത്തെ കുറച്ച് തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഈ ഡിസ്ട്രിബ്യൂഷൻസിനെ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള ആൾക്കാർ
നമ്മുടെ ഇത് കേട്ടാൽ മതി, ക്ലാസ്സസ് കേട്ടാൽ മതി. ബൈഹാർട്ട് ചെയ്യണമെന്നുള്ളവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വേണമെങ്കിൽ ബൈഹാർട്ട് ചെയ്യാം. പക്ഷെ ഒന്ന് മാറി ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അതിന്റെ ഒരു തിയറട്ടിക്കൽ പാർട്ട് അറിയണമല്ലോ. അപ്പോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് പറയുന്നതിന് മുന്നേ, ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ വളരെ കുറച്ച് പഠിക്കാന്നുണ്ടെങ്കിൽ, നമ്മുടെ സിലബസ് അനുസരിച്ച് വളരെ കുറച്ച് പഠിക്കാന്നുണ്ടെങ്കിൽ തന്നെ ലോട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് are there. ഇപ്പൊ ബെർണോളി, ബൈനോമിയൽ, പോസോൺ, എക്സ്പോണൻഷ്യൽ, നോർമൽ, ബീറ്റ, ഗാമ, ലോട്ട് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് are there. അതൊക്കെ എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് പഠിക്കാം? നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പൊ എങ്ങനെ വളരെ പെട്ടെന്ന് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കട്ടെ. വളരെ പെട്ടെന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2-3 കാര്യങ്ങൾ ബേസ് അറിയണം. ആ 2-3 കാര്യങ്ങൾ നന്നായിട്ട് ഒരു 2-3 സെന്റൻസസ് ഒന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ബാക്കി ബൈഹാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈവൻ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് പഠിക്കാം, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ് റാൻഡം എക്സ്പെരിമെന്റ്. റാൻഡം എക്സ്പെരിമെന്റ് അതായത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഈ പ്രോബബിലിറ്റി, നമ്മൾ പ്രോബബിലിറ്റിയുടെ കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ലീപ് ഇയറിന്റെ പ്രോബബിലിറ്റി, നോൺ ലീപ് ഇയറിന്റെ പ്രോബബിലിറ്റി, സോ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്, പ്രോബബിലിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രോബബിലിറ്റി ഒക്കെ എവിടുന്നാ വന്നേ? അല്ലെങ്കിൽ ഈ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് എവിടുന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ, ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, ഒരു ഡൈ ടോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബോക്സിൽ നിന്ന് 4 ബോൾസ് സെലക്ട് ചെയ്യുന്നു. ഇതൊക്കെ റാൻഡം എക്സ്പെരിമെന്റുകളാണ്. അപ്പൊ എന്താണ് റാൻഡം എക്സ്പെരിമെന്റ്? റാൻഡം എക്സ്പെരിമെന്റ് ഈസ് ആൻ എക്സ്പെരിമെന്റ് ഇൻ വിച്ച് we only know the possible number of outcomes, not the exact outcome. And these experiments are repeated under similar conditions. അതായത് ഒരു എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു and repeated lot of times with similar condition. ആ എക്സ്പെരിമെന്റ് നമുക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ എക്സ്പെരിമെന്റ്സും ഒന്നും നമുക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കെമിസ്ട്രി ലാബ് എക്സ്പെരിമെന്റ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല, അല്ലെ? മെഡിക്കൽ എക്സ്പെരിമെന്റ്സ് നമുക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കോയിൻ ടോസ് ചെയ്യുക, ഒരു ഡൈ ടോസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും കുറെ തവണ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ്സ് ആണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ സിമിലർ കണ്ടീഷനിൽ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ആ എക്സ്പെരിമെന്റുകളുടെ പ്രത്യേകത എന്തായിരിക്കും? വി ഓൺലി നോ the possible number of outcomes. എത്ര പോസിബിലിറ്റീസ് ഉണ്ട് ആ ഔട്ട്കംസിനെന്ന് നമുക്ക് അറിയാൻ പറ്റും. എത്ര പോസിബിലിറ്റീസ് ഉണ്ട് ആ ഔട്ട്കംസുകൾക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് അറിയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കോയിൻ ടോസ് ചെയ്താല് കറക്റ്റ് ആയിട്ട് ഹെഡ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, കറക്റ്റ് ആയിട്ട് ടെയില് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വി നോ ദ പോസിബിൾ ഔട്ട്കംസ്, ഐദർ ഹെഡ് ഓർ ടെയിൽ. ശരിയല്ലേ? അങ്ങനെയുള്ള എക്സ്പെരിമെന്റുകളെയാണ് റാൻഡം എക്സ്പെരിമെന്റുകൾ എന്ന് പറയുന്നത്. ഈ റാൻഡം എക്സ്പെരിമെന്റുകളെ അസോസിയേറ്റ് ചെയ്ത് നോക്കുന്ന ഒരു ടേമാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ എന്താണ് റാൻഡം വേരിയബിൾ? റാൻഡം വേരിയബിൾ ഈസ് എ മെഷറബിൾ ഫംഗ്ഷൻ. ഇറ്റ് ഹാസ് എ ഡൊമൈൻ ആൻഡ് എ റേഞ്ച്. ഒരു ഡൊമൈനും റേഞ്ചും ഒക്കെ ഉള്ള ഒരു മെഷറബിൾ. ഇതിന്റെ ഡെഫിനിഷൻ ഒക്കെ പറയാനാണെങ്കിൽ വളരെ ഭംഗിയുള്ള ടഫ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന്റെ ആവശ്യമില്ല. ഒരു റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഒരു മെഷറബിൾ ഫംഗ്ഷൻ ആണ്. പിന്നെ നമുക്കറിയാം, മാത്തമാറ്റിക്കലി ഒരു ഫംഗ്ഷൻ ആവുമ്പോൾ അതിനൊരു ഡൊമൈൻ ഉണ്ട്, ഒരു റേഞ്ച് ഉണ്ട്. ഒരു റാൻഡം വേരിയബിളിന്റെ ഡൊമൈൻ എന്താണ്? ഇറ്റ് സാമ്പിൾ സ്പേസ്. റേഞ്ച് എന്താണ്? റിയൽ നമ്പേഴ്സ്, ദാറ്റ് ഇസ് ഫ്രം -∞ to ∞. അപ്പൊ -∞ മുതൽ ഇൻഫിനിറ്റി വരെ വാല്യൂസ് കിട്ടാൻ പറ്റുന്ന സാമ്പിൾ സ്പേസിലെ വാല്യൂസ് അങ്ങോട്ട് കൊടുത്താൽ അങ്ങനെയുള്ള ഒരു മെഷറബിൾ ഫംഗ്ഷനെയാണ് റാൻഡം വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ലല്ലോ. ഒരു എക്സാമ്പിൾ, ഒരു റാൻഡം എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്യാം. 2 കോയിൻസ് ഒരേ ടൈം ടോസ് ചെയ്യുന്ന ഒരു റാൻഡം എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്യാം.
രണ്ട് കോയിൻസ് ഒരേ സമയത്ത് ടോസ് ചെയ്യുന്ന ഒരു റാൻഡം എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്യാം. അപ്പൊ അതിന്റെ സാമ്പിൾ സ്പേസ് എന്തൊക്കെയായിരിക്കും? രണ്ട് കോയിൻസ് ഒരേ സമയത്ത് ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസസ് എന്തൊക്കെയായിരിക്കും? എച്ച് വരാം, എച്ച് ടി വരാം, ടി എച്ച് വരാം, ടി ടി വരാം. എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച് ആൻഡ് ടി ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന എക്സ് എന്താണ്? എക്സ് the random variables are denoted by capital letters. Most commonly we use capital X. Capital Y യൂസ് ചെയ്യാം, capital W യൂസ് ചെയ്യാം, whatever. ഇപ്പൊ ഇവിടെ നമുക്ക് capital X എടുക്കാം. അപ്പൊ capital X എന്താ ഇവിടെ? Number of heads obtained when two coins tossed. രണ്ട് കോയിൻ സൈമൾട്ടേനിയസ് ആയിട്ട് ടോസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന നമ്പർ ഓഫ് ഹെഡ്സ് ആണ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത്. When two coins are tossed, what is the sample space of the experiment two coins were tossed? HH, HT, TH and TT. Our number of heads obtained. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? ആദ്യത്തെ എച്ച് എച്ച് എടുത്തു നോക്ക്, അവിടെ രണ്ട് ഹെഡ് ഉണ്ട്. അപ്പൊ രണ്ട് കോയിൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് ടോസ് ചെയ്താൽ രണ്ട് ഹെഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എച്ച് ടിയും ടി എച്ചും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡ് വീതേ ഉള്ളൂ. അപ്പൊ 1 1. ടി ടി മാത്രം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡ് പോലും ഇല്ല. സോ ദാറ്റ് മേ ബി 0. അപ്പോ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്ടൈൻഡ് വെൻ ടു കോയിൻസ് ടോസ്ഡ്. അപ്പൊ നമ്മൾ ആദ്യം സാമ്പിൾ സ്പേസ് എഴുതി, എന്നിട്ട് അവിടെ നോക്കി നമ്പർ ഓഫ് ഹെഡുകൾ എത്ര എണ്ണം ഉണ്ട്. അപ്പൊ 2 വരാം, 1 വരാം, 0 വരാം. ഇപ്പൊ റാൻഡം വേരിയബിൾസിന്റെ വാല്യൂസ് എഴുതുമ്പോൾ റെപ്പറ്റേഷന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് 1 ഒഴിവാക്കാം. പിന്നെ വേണമെങ്കിൽ ഒന്ന് ഓർഡർ ആക്കി എഴുതാം. സോ 0, 1, 2. സോ ദ വാല്യൂസ് ഓഫ് എക്സ് ആർ 0, 1, 2. ഓക്കെ, 3 വാല്യൂസ് ആണ് നമുക്ക് എക്സിന് സ്വീകരിക്കാൻ പറ്റുന്നത്. ഇനി നോക്കി നമ്മുടെ ഡെഫിനിഷൻ കറക്റ്റ് ആണോ എന്ന്. റാൻഡം വേരിയബിൾ ഇസ് എ മെഷറബിൾ ഫംഗ്ഷൻ. Random variable is a measurable function in which the sample space is the domain. അതായത് അങ്ങോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂസ് സാമ്പിൾ സ്പേസ് ആയിരിക്കും. അതെ, സാമ്പിൾ സ്പേസിൽ എച്ച് എച്ച് കൊടുത്തപ്പോഴാണ് 2 കിട്ടിയത്, എച്ച് ടിയും ടി എച്ചും കൊടുത്തപ്പോഴാണ് 1 കിട്ടിയത്, ടി ടി കൊടുത്തപ്പോഴാണ് 0 കിട്ടിയത്. അപ്പൊ സാമ്പിൾ സ്പേസിലെ വാല്യൂസ് ആണ് കൊടുത്തത്. ദെൻ കിട്ടിയത് എന്താ? 0, 1, 2. അത് റിയൽ നമ്പേഴ്സിലെ വാല്യൂസ് ആണ്. അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇതാണ് റാൻഡം വേരിയബിൾ. നെക്സ്റ്റ്, റാൻഡം വേരിയബിൾ ആർ ഓഫ് 2 types, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഡിസ്ക്രീറ്റും ആകാം, കണ്ടിന്യൂസും ആകാം റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. റാൻഡം വേരിയബിൾസ് രണ്ട് തരത്തിലുണ്ട്, ഡിസ്ക്രീറ്റും ആകാം, കണ്ടിന്യൂസും ആകാം. ഇനി what is a discrete random variable and what is a continuous random variable? Discrete random variable എന്താണ്? Continuous random variable എന്താണ്? Discrete random variable എന്ന് പറയുന്നത് a variable in which assume only a countable number of values. കൗണ്ടബിൾ നമ്പർ ഓഫ് വാല്യൂസ് മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേരിയബിളുകളായിരിക്കും. അതായത് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റും. കൗണ്ടബിൾ നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ആക്സിഡൻസ് പെർ മന്ത്, നമ്പർ ഓഫ് ആക്സിഡൻസ് പെർ മന്ത്, അതൊരു എക്സാമ്പിൾ ആണ്. ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? Take all possible values in between certain limits. That may be uncountable values or infinite values. അപ്പൊ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റിന്റെ ഉള്ളിൽ, ഫോർ എക്സാമ്പിൾ ഒരു -1 to 3, ഇതിന്റെ ഇടയിൽ വരുന്ന എല്ലാ വാല്യൂസും എടുക്കാൻ പറ്റും. അതായത് അൺകൗണ്ടബിൾ വാല്യൂസ് എടുക്കാൻ പറ്റും. എക്സാമ്പിൾ ഹൈറ്റും വെയിറ്റും ഒക്കെ നമുക്ക് പറയാൻ വേണമെങ്കിൽ.
ഓക്കെ. അപ്പോൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് രണ്ട് കൈൻഡ് ഓഫ് ഉണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുമ്പോൾ ദേ ആർ കൗണ്ടബിൾ. അതായത് ഇപ്പോൾ 0,1,2, എക്സെട്ര എന്ന് പറയുകയാണെങ്കിൽ 0 കഴിഞ്ഞാൽ 1 ആണെന്നറിയാം, 1 കഴിഞ്ഞാൽ 2 ആണെന്നറിയാം, 2 കഴിഞ്ഞാൽ 3 ആണെന്നറിയാം. അതായത് നമുക്ക് തൊട്ടടുത്തത് ഏതാണെന്ന് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് എണ്ണി എടുക്കാൻ പറ്റും, കൗണ്ടബിൾ ആണ്. പക്ഷെ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അൺകൗണ്ടബിൾ ആണ്. അതായത് ഈ -1 to 3 എന്ന് പറയുമ്പോൾ ഈ ഇന്റർവെല്ലിന്റെ ഇടയ്ക്ക് എത്ര നമ്പറുകൾ ഉണ്ട്? ഈ -1 to 3 എന്ന് പറയുന്ന ഇന്റർവെല്ലിന്റെ ഇടയ്ക്ക് എത്ര നമ്പറുകൾ ഉണ്ട്? -1, 0, 1, 2, 3 അത് മാത്രമാണോ? അല്ല, ഇറ്റ്സ് എ കോണ്ടിനം ഓഫ് നമ്പേഴ്സ്. ഒരുപാട് നമ്പറുകൾ ഉണ്ട് -1നും 3ക്കും ഇടയ്ക്ക്. -1 കഴിഞ്ഞിട്ടുള്ള അടുത്ത വാല്യൂ ഏതായിരിക്കും? -0.9 ആണോ? അറിയില്ല. -0.999 ആണോ? അറിയില്ല. -0.99999 ആണോ? അറിയില്ല. 3ക്ക് തൊട്ട് മുന്നേ ഉള്ള നമ്പർ ഏതായിരിക്കും? 2.9 ആണോ? 2.99 ആണോ? അല്ലെങ്കിൽ 2.009 ആണോ? So we don't know what is the numbers just before and after 3 in case of an interval. That may be an open interval or a closed interval. So there are a continuum of numbers in an interval. അപ്പൊ അങ്ങനെ വരുന്ന വേരിയബിളുകളെയാണ് കണ്ടിന്യൂസ് വേരിയബിളുകൾ എന്ന് പറയുന്നത്. ഇത് ഇത്രയും എടുത്തു പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു വേരിയബിൾ കണ്ടു കഴിഞ്ഞാൽ അത് ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ എന്ന് മനസ്സിലാവണം ചില ക്വസ്റ്റ്യൻസിൽ. എന്നാലേ നമുക്ക് അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഒന്ന് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റും, ഒന്ന് കഴിഞ്ഞാൽ അടുത്ത ഏതാണെന്ന് പറയാൻ പറ്റും. അതായത് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. കണ്ടിന്യൂസ് ആകുമ്പോൾ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഇന്റർവെൽ ആയിട്ടൊക്കെ ആയിരിക്കും പറയുണ്ടാവുക. കോണ്ടിനം ഓഫ് നമ്പേഴ്സ് ഇൻ ദാറ്റ് ഇന്റർവെൽ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതാണ് റാൻഡം വേരിയബിളിന്റെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് എങ്ങോട്ട് പോകാം? ഡിസ്ട്രിബ്യൂഷൻസിലോട്ട് പോകാം. പക്ഷെ ആ ഡിസ്ട്രിബ്യൂഷൻസിലോട്ട് വരുന്നതിന് മുന്നേ ഒരു രണ്ട് കാര്യങ്ങളും കൂടെ പറയാം. രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ വേറെ കൈൻഡ് ഓഫ് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഒരു റാൻഡം വേരിയബിൾ എടുത്താൽ, എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ എടുത്താൽ, whatever either discrete or continuous, discrete or continuous എന്തോ ആയിക്കോട്ടെ, ഒരു റാൻഡം വേരിയബിൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഫാമിലി ഉണ്ടാവുമല്ലോ. അതായത് അതിനെ നമുക്ക് എന്താ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യുണീക്ലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി അതിനുണ്ടാവും. ഇപ്പൊ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നു. ആ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അത്, ആ റാൻഡം വേരിയബിൾ ബൈനോമിയൽ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഫാമിലി ഉണ്ടാവണം. അതിനെ യുണീക്ലി മാറ്റി നിർത്തുന്ന എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫോം അതിനുണ്ടാവണം. വേറൊരു ഗ്രൂപ്പ് എടുത്തിട്ട് അത് പോയിസോൺ ആണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ അത് പോയിസോൺ ആക്കുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ അതിനുണ്ടാവണം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫോമാറ്റ് അതിനുണ്ടാവണം. അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അതായത് നിങ്ങൾക്ക് അറിയാം, ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെക്ക് വെദർ ഇറ്റ് ഇസ് എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓർ നോട്ട്. തന്നിരിക്കുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണോ അല്ലേ ഒന്ന് ചെക്ക് ചെയ്യാൻ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും. ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 2022-ലാണോ അതിന് മുന്നത്തതിലാണോ എന്നറിയില്ല, ചോദിച്ചിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുണ്ടാവും. ദ ഗിവൺ ഇസ് എ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ കോൺസ്റ്റന്റ്. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹൗ ടു ഡീൽ ദാറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്കറിയാം
അറിയാം നമുക്ക് രണ്ട് തരത്തിലുള്ള റാൻഡം വേരിയബിൾ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അത് വളരെ സിമ്പിൾ ആയിട്ട്, ഒരു ഇൻഡെപ്ത് ഒന്നും പോകുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും ഉണ്ട്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും ഉണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിന്റെ ഫാമിലിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. എന്താണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ? The probability of a particular point is known as the probability mass function. ഒരു പോയിന്റിലെ പ്രോബബിലിറ്റി, ബിക്കോസ് ഇറ്റ് ഇസ് ഡിസ്ക്രീറ്റ്. അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ വേണം, കുറച്ച് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ വേണം. ഒരു റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അതിനെ എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യുക? കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കും ആ വേരിയബിളിന്റെ വാല്യൂസ്. കൗണ്ടബിൾ ആണ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ഏതാന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ഏതാന്ന് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ പോയിന്റുകളിലെ പ്രോബബിലിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. അതായത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. അതെന്താ ഈ സ്മോൾ എക്സ്? സ്മോൾ എക്സ് ഇസ് ദ വാല്യൂ ഓഫ് ദ റാൻഡം വേരിയബിൾ. അതായത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഇതുണ്ടല്ലോ, ക്യാപിറ്റൽ എക്സ് ആണ് റാൻഡം വേരിയബിളെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ 0, 1, 2 ഒക്കെ എന്താ? സ്മോൾ എക്സ് 1, സ്മോൾ എക്സ് 2, സ്മോൾ എക്സ് 3. അതായത് ആ റാൻഡം വേരിയബിളിന്റെ വാല്യൂകൾ, ഒരു റാൻഡം വേരിയബിളിനെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വാല്യൂസിനെ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ സ്മോൾ എക്സ് എന്ന് പറയുന്നത് ആ റാൻഡം വേരിയബിളിന്റെ വാല്യൂ ആണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇപ്പൊ നേരത്തെ പറഞ്ഞ ക്വസ്റ്റൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, നമ്പർ ഓഫ് ഹെഡ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 കണ്ടുപിടിക്കാം, പി ഓഫ് എക്സ് ഈക്വൽ ടു 1 കണ്ടുപിടിക്കാം, പി ഓഫ് എക്സ് ഈക്വൽ ടു 2 കണ്ടുപിടിക്കാം. 3 പോയിന്റ്സിലെ വാല്യൂസ്, പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ദി പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. അതാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡിസ്ക്രീറ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാ പോയിന്റുകളും അറിയാം. അപ്പോൾ ഓരോ പോയിന്റിലെയും പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതേ സമയം കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ അതിനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കും. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കും. പക്ഷെ കണ്ടിന്യൂസ് കേസിൽ നമ്മൾ എങ്ങനെയാ ഒരു പോയിന്റിലെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക? അതൊരു ലിമിറ്റിന്റെ ഉള്ളിലാണ് വരിക. കോണ്ടിനം ഓഫ് പോയിന്റ്സ് ഉണ്ടാവും ആ ലിമിറ്റില്. -1 കഴിഞ്ഞാൽ അടുത്ത വാല്യൂ ഏതാന്ന് നമുക്ക് അറിയില്ല. ഇപ്പൊ 1 to 2 ആണ് ഇന്റർവെൽ എങ്കിൽ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് ലിമിറ്റ് എങ്കിൽ ഫസ്റ്റ് വാല്യൂ 1 ആണെന്ന് അറിയാം. പക്ഷെ അടുത്ത വാല്യൂ ഏതാ? 1.1 ആണോ, അല്ലെങ്കിൽ 1.01 ആണോ, അല്ലെങ്കിൽ 1.001 ആണോ? വി ഡോണ്ട് നോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് വാല്യൂ ആക്ച്വലി. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് പോയിന്റ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഒരു റാൻഡം വേരിയബിള് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റിലെ പ്രോബബിലിറ്റി ചോദിച്ചാൽ അത് എപ്പോഴും 0 ആയിരിക്കും. കാര്യം പോയിന്റിലെ പ്രോബബിലിറ്റി കണ്ടിന്യൂസ് കേസിൽ ഇല്ല. പക്ഷെ ഡിസ്ക്രീറ്റിൽ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെന്ന് പറഞ്ഞിട്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരിക്കലും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ദാറ്റ് വിൽ ബി 0. ബിക്കോസ് ഒരു പോയിന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ PDF എന്തായിരിക്കും? അതിനെ നമ്മൾ സ്മോൾ എഫ് ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. അത് എന്താന്ന് ഞാൻ പറയാം. അതിനൊരു വലിയ ഡെഫിനിഷൻ ഒക്കെ ഉണ്ട്. എന്താ മാത്തമാറ്റിക്കലി ലിമിറ്റ് ഒക്കെ വെച്ചിട്ട് ഡെൽറ്റ എക്സ്റ്റൻസ്. അപ്പൊ അങ്ങോട്ടൊന്നും വേണ്ട, കോമ്പറ്റേറ്റീവ് എക്സാംസിന് അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ആ എഫ് ഓഫ് എക്സ് എന്താന്ന് ഞാൻ പറയാം, അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇനി പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആയാലും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയാലും ഇതിനൊക്കെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്താണ് ആ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? ഇപ്പൊ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെയും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെയും രണ്ടായിട്ട് പറയാം. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി, ദാറ്റ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.
അല്ലെങ്കിൽ ഇങ്ങനെ പറയാം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എഫ് ഓഫ് എക്സും അങ്ങനെ തന്നെ ആയിരിക്കും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും, ബിക്കോസ് ബോത്ത് ഓഫ് ദം ആർ പ്രോബബിലിറ്റീസ്. അത് നമ്മൾ പ്രോബബിലിറ്റി തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. പോവുകയാണെങ്കിൽ അങ്ങനെ കയറി കയറി പോവേണ്ടി വരും. തൽക്കാലം ഞാൻ പ്രോപ്പർട്ടി പറയാം. പ്രോബബിലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. പിന്നെ 0ക്കും 1നും ഇടയ്ക്കായിരിക്കും ഒരു പ്രോബബിലിറ്റിയുടെ വാല്യൂ. അപ്പൊ ഇവിടെ ഇപ്പോ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ആണ്. അതായത് ഒരു പോയിന്റിലെ പ്രോബബിലിറ്റി ആണ്. അത് എപ്പോഴും 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. അതേപോലെ എഫ് ഓഫ് എക്സിലേക്ക് വരികയാണെങ്കിൽ അതും 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. ഇനി രണ്ടാമത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. സമ്മേഷൻ ഓവർ എക്സ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യനിൽ 0 ഒരു വാല്യൂ ആണ്, 1 ഒരു വാല്യൂ ആണ്, 2 ഒരു വാല്യൂ ആണ്. ഈ 3 പോയിന്റിലെയും കൂടെ പ്രോബബിലിറ്റീസ് ആഡ് ചെയ്താൽ 1 ആയിരിക്കും. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. അപ്പൊ അത് കണ്ടിന്യൂസ് കേസിൽ എങ്ങനെ പറയും? കണ്ടിന്യൂസ് കേസിൽ നമുക്ക് സമ്മ് കൊടുക്കാൻ പറ്റൂ, ബിക്കോസ് ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമുക്ക് അറിയില്ല. സോ there is a continuum of points in between a limit. അപ്പൊ നമുക്ക് അതിനെ സം ചെയ്യാൻ പറ്റില്ല. സം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ വാല്യൂ ആയിട്ട് കൊടുത്തിട്ട് ആഡ് ചെയ്തെടുക്കണം. പക്ഷെ കണ്ടിന്യൂസ് കേസിലോട്ട് വരുമ്പോൾ ഓരോ വാല്യൂ ആയിട്ട് കൊടുത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നെക്സ്റ്റ് വാല്യൂ ഏതാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ ചെയ്യുന്ന പരിപാടി അഗ്രിഗേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആ റേഞ്ചിനുള്ളിൽ വരുന്ന എല്ലാത്തിനെയും ഇങ്ങനെ ആഡ് ചെയ്തെടുക്കുക. അതിനാണ് നമ്മൾ മാത്തമാറ്റിക്സിലെ ഇന്റഗ്രേഷൻ പഠിച്ചത്. അപ്പൊ ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് കണ്ടോ, ചെറിയ ഡിസ്റ്റൻസ് പോലും എടുത്ത് അഗ്രിഗേറ്റ് ചെയ്യാം, ക്യുമുലേറ്റ് ചെയ്യാം, ഈസ് ഈക്വൽ ടു 1. അപ്പൊ എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് കേസിൽ ഇന്റഗ്രേഷൻ വന്നത്? നമുക്ക് നെക്സ്റ്റ് വാല്യൂസ് അറിയില്ല, സം ചെയ്യാൻ അറിയില്ല. സോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. ഓക്കെ, അത്യാവശ്യമായിട്ട് ഈ രണ്ട് പ്രോപ്പർട്ടീസ് അറിഞ്ഞാൽ മതി. ഒന്ന് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും, ഒന്ന് ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. ഇനി നമ്മൾ അറിയേണ്ട അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ മൊത്തം പേരെന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അതായത് അക്യുമുലേറ്റ് ചെയ്ത് പോവുക. ഓരോ പ്രോബബിലിറ്റീസ് മുന്നോട്ട് പോകുമ്പോഴും പുറകിലുള്ളതിനെ കൂട്ടി എടുക്കുക. അത് ഡിനോട്ട് ചെയ്യുന്നത് അതിപ്പോ ഐദർ ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ്, വോട്ട് എവർ. ഡിസ്ക്രീറ്റ് ആയാലും കണ്ടിന്യൂസ് ആയാലും ഒരൊറ്റ ഫോമാറ്റ് ആണ് അതിനുള്ളത്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. Capital F of x is equal to P of x less than or equal to small x. Capital F of x is equal to probability of x less than or equal to small x. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ വെച്ചിട്ട് പറയാം. ഇവിടെ നോക്കിക്കേ, എക്സിന്റെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്ന 0 ആണ്. അപ്പോ ക്യാപിറ്റൽ എഫ് ഓഫ് 0 എന്ത് വരും? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരും. എന്ന് പറഞ്ഞാൽ 0യോ അതിന് പുറകോട്ടുള്ള വാല്യൂസോ. ഇവിടെ അതിന് പുറകോട്ട് വാല്യൂസ് ഇല്ല. സോ എക്സിന് 0 മാത്രമേ വരുള്ളൂ. ഇനി ഞാൻ അതിന്റെ വാല്യൂസ് ഒന്നും ഇപ്പൊ തൽക്കാലം പറയുന്നില്ല. ഇനി എക്സിന് രണ്ടാമത്തെ വാല്യൂ എടുത്തേ, പി ഓഫ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ എഫ് ഓഫ് 1 പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ 1ഉം അതിന് പുറകോട്ടുള്ള വാല്യൂസും. സോ എക്സ് ഈക്വൽ ടു 0യും വരാം 1ഉം വരാം. അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ മൂവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും പുറകിലുള്ളത് എല്ലാം ആഡ് ചെയ്ത് വരും. അതാണ് അക്യുമുലേറ്റ് ചെയ്ത് പോകും. സോ ദാറ്റ് ഇസ് ദ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. Okay, this is the cumulative distribution function.
ഇനി ഇതിനും കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഇതും ഒരു പ്രോബബിലിറ്റി ആണ്. സോ എ മാൻഡേറ്ററി കണ്ടീഷൻ is 0 less than or equal to f of x less than or equal to 1. രണ്ട്, f of x is non-decreasing. Non-decreasing ആയിരിക്കും. അതായത് മറ്റേ മാത്തമാറ്റിക്കലി ഉള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു വൈ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ആയിരിക്കും എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇറ്റ്സ് നോൺ ഡിക്രീസിങ്. മൂന്ന്, റൈറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് റൈറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ കണ്ടിന്യൂറ്റി ലെഫ്റ്റ് കണ്ടിന്യൂസ്, റൈറ്റ് കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മാത്തമാറ്റിക്കലി നമ്മൾ പറയില്ലേ, അത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി 0 ആയിരിക്കും, എഫ് ഓഫ് ഇൻഫിനിറ്റി 1 ആയിരിക്കും. ഇതിന്റെ ഒരു ഈ 4 പ്രോപ്പർട്ടീസ് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ആയിട്ടും ഓപ്ഷൻസിൽ തന്ന് ചോദിക്കാറുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് ഒരു CDF ആണോ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണോ, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനും ഇത് നെസസറി ആണ്. ഇതല്ലാതെ വേറെയും ഒക്കെ ഉണ്ട്. അത് അങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് 1-2 പ്രോബ്ലംസ് ചെയ്യാം ഇവിടെ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 1-2 ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. അപ്പോൾ നെസസറി ആയിട്ടുള്ള 1-2 പ്രോപ്പർട്ടീസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ 4 പ്രോപ്പർട്ടീസ്, 1 ഇൻ ബിറ്റ്വീൻ 0 and 1, 2 നോൺ ഡിക്രീസിങ്, 3 റൈറ്റ് കണ്ടിന്യൂസ്, 4 എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1. അപ്പോൾ ആ 4ാമത്തെ പ്രോപ്പർട്ടി എന്താണെന്നുള്ളൊരു സംശയം ഉണ്ടോ? ഈ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമുക്കറിയാം ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ എങ്കിൽ അതെടുക്കുന്ന വാല്യൂകളെയാണ് നമ്മൾ സ്മോൾ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അത് സ്വീകരിക്കുന്ന വാല്യൂകളെയാണ് സ്മോൾ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ സ്മോൾ എക്സിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പർ ഓഫ് ഹെഡ് പറയുകയാണെങ്കിൽ ആ എക്സിന്റെ വാല്യൂസ്, ക്യാപിറ്റൽ എക്സിന്റെ വാല്യൂസ് 0,1,2 ആണ്. എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? ഈ എഫ് ഓഫിനകത്ത് മൈനസ് ഇൻഫിനിറ്റി വന്നാൽ, അതായത് നമുക്ക് കിട്ടിയ ലോവർ ബൗണ്ടിനേക്കാളും പുറകിലുള്ള ഒരു വാല്യൂ വന്നാൽ, അതായത് നമുക്കറിയാം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് 0ഉം 1ഉം 2ഉം മാത്രമേ ആ റാൻഡം വേരിയബിൾ എടുക്കുന്നുള്ളൂ വാല്യൂസ്. പക്ഷെ ഞാൻ വെറുതെ ചോദിക്കുകയാണ്, അപ്പോൾ ഈ എക്സാമ്പിൾ അനുസരിച്ച് എഫ് ഓഫ് -1ന്റെ വാല്യൂ എന്താ? വിതൗട്ട് എനി ഡൗട്ട് നമുക്ക് പറയാം ദാറ്റ് ഇസ് 0. അതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഗുണം. നമുക്ക് തന്നിരിക്കുന്ന റേഞ്ചിന് പുറത്തുള്ളത് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ്. 0യ്ക്ക് പുറകോട്ടുള്ളത് വന്നാൽ അതൊക്കെ 0 ആയിരിക്കും. ഇനി ഒരു എഫ് ഓഫ് 3 ആണ് ചോദിക്കുന്നതെങ്കിലോ 1 ആയിരിക്കും. അത് അപ്പർ ബൗണ്ടിന് ശേഷമുള്ളതാ. അതിനാണ് ഈ 4ാമത്തെ പ്രോപ്പർട്ടി. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ. ഇനി തൊട്ടു മുന്നേ ഞാനൊന്ന് പറഞ്ഞു വെച്ചില്ലേ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിലെ എഫ് ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണെങ്കിൽ പോയിന്റ് പ്രോബബിലിറ്റി ആയിരിക്കും. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിലോ which is d by dx of capital F of x ചെയ്താൽ മതി. കണ്ടിന്യൂസ് കേസിൽ മാത്രം നമ്മുടെ CDFനെ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി സ്മോൾ എഫ് ഓഫ് എക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ അതും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് റാൻഡം വേരിയബിളിന്റെ കോൺസെപ്റ്റ്. അപ്പൊ ഇതെന്തിനാ നമ്മൾ ശരിക്കും പറഞ്ഞേ? ഡിസ്ട്രിബ്യൂഷൻസിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ നമുക്ക് 2 തരത്തിലുള്ള റാൻഡം വേരിയബിളുകൾ ഉണ്ട്, ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. ഡിസ്ക്രീറ്റ് ആയാലും കണ്ടിന്യൂസ് ആയാലും അതിന്റെ ഫാമിലി ഡിഫൈൻ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇപ്പൊ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതായത് പി ഓഫ് എക്സ്, സ്മോൾ എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്കിനി ഡിസ്ട്രിബ്യൂഷൻസിലേക്ക് വരാം. ആദ്യം ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിലേക്ക് വരാം. തുടങ്ങി വെക്കണേ ഉള്ളൂ ഈ വീഡിയോയില്.
discrete distributions. Okay. Discrete distribution. എന്താണ് discrete distribution? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളുകൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ആണ്, ഒരു ഫോം ഓഫ് പ്രോബബിലിറ്റിയാണ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഇതുപോലെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസും ഉണ്ട്. അപ്പൊ അതെന്തായിരിക്കും? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ഫോളോ ചെയ്യുന്ന ഫോം ഓഫ് പ്രോബബിലിറ്റി ആയിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റി പറയാം. ഒരുപാട് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡിഗ്രി ബേസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡീജനറേറ്റ് ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് യൂണിഫോം പറയും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബെർണോളിയിലോട്ടും ബൈനോമിയലിലോട്ടും ഒക്കെ വരുന്നത്. പക്ഷെ നമുക്കങ്ങനെ ഡീജനറേറ്റും യൂണിഫോമും ഒന്നും കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ സിലബസിൽ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബെർണോളി ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോവാം. ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ വളരെ സിമ്പിൾ ആയിട്ടും ബേസിക്കലി ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സ് മാത്രമുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ ഒരു ഡിഗ്രി ലെവൽ പഠിക്കണ പോലെ വളരെ ഇൻഡെപ്ത് ആയിട്ട് തിയറട്ടിക്കൽ കോൺസെപ്റ്റ് പറഞ്ഞാൽ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ഞാൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒന്നോ രണ്ടോ സെന്റൻസിൽ അതിന്റെ ഒരു ബേസ് പറയാം, പിന്നെ അതിന്റെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടുന്ന ക്യാരക്ടേഴ്സ് പറയാം. ആ ക്യാരക്ടേഴ്സ് ഒന്ന് ബൈഹാർട്ട് ചെയ്യുക, ചില കാര്യങ്ങൾ മനസ്സിലാക്കുക, ചിലത് ബൈഹാർട്ട് ചെയ്താലും മതി. അതായത് ഇപ്പോൾ കൊമേഴ്സ് എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ബൈഹാർട്ട് ചെയ്താലും മതി. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ട് എക്സാം എഴുതുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ബൈഹാർട്ട് ചെയ്താലും മതി. ആ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഓക്കെ.